ഹായ് 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 നമ്മുടെ 4ാം ക്ലാസ്സിന് ആനുവൽ എക്സാമിന് ഉറപ്പായിട്ട് വരുന്നൊരു ചോദ്യമാണ് മാഷ് എനിക്ക് വീഡിയോയിൽ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മൾ 4ാം ക്ലാസ്സിൽ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുത്ത് ഒരു കൂടെ പറയാം നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടുണ്ടായിരിക്കും. അങ്ങോട്ടുള്ള എക്സാമിന് നമ്മൾ മാത്സിൻ്റെ ആനുവൽ എക്സാമിന് ഉറപ്പായിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരെ കൂട്ടിയിട്ട് തന്നെ ഈ വീഡിയോ കാണാൻ വേണ്ടി വരിക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമുക്ക് എന്തായാലും ആ ചോദ്യം നോക്കാം. വേറെ ഒന്നുമല്ല, ഇതുപോലൊരു നമ്പർ തന്നിട്ട് അതിൻ്റെ ഓരോ പ്ലേസ് വാല്യൂ, ഓരോ സ്ഥാനവിലയും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ എഴുതി കൊടുക്കണം. ഉറപ്പായിട്ട് ഇങ്ങനെ ചോദ്യം എക്സാമിന് വരിക. അപ്പോൾ ചോദ്യം എങ്ങനെയാണ് വരിക, അതിന് ഉത്തരം എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ മാഷോട് പറഞ്ഞു തരുന്നുണ്ട്. അതിന് മാഷൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ തന്നിട്ടുള്ള നമ്പർ ഏതാണ്? 92,735 അല്ലേ? ഈ നമ്പറിൽ ഏതൊക്കെ അക്കങ്ങളുണ്ട്? 5 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്, 2 ഉണ്ട്, 9 ഉണ്ട്. ഇതിലുള്ള ഓരോ അക്കം നമ്മൾ എടുത്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ നമ്പറിൽ 5ഉം 3ഉം 7ഉം 2ഉം 9ഉം ഈ അക്കങ്ങളൊക്കെ ഈ ഡിജിറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ? ഇതിന്റെ ഏറ്റവും പിറകിലുള്ള അക്കാണ് ഏത്? 5. അങ്ങനെ ഒരു നമ്പറിന്റെ ഏറ്റവും പിറകിലുള്ള അക്കം ഏത് പ്ലേസിലാണ്, ഏത് സ്ഥാനത്താണ് നമ്മൾ പറയാ? ഏത് നമ്പറിന്റെയും ഏറ്റവും പിറകിലുള്ള സ്ഥാനം, ഏറ്റവും ബാക്കിലുള്ള പ്ലേസ് ഏതാ? 1ന്റെ പ്ലേസ്, ബാക്കിൽ നിന്ന് രണ്ടാമത്തെ 10ന്റെ പ്ലേസ്, 100ന്റെ പ്ലേസ്, 1000ന്റെ പ്ലേസ്, 10,000ന്റെ പ്ലേസ്. ഒറ്റയുടെ സ്ഥാനം 10, 100, 1000, 10,000. അങ്ങനെയാണ് ഓരോ നമ്പറും അതിന്റെ സ്ഥാന വിലയുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. നമ്പറിന്റെ ഏറ്റവും പിറകിലുള്ള അക്കം ഏതാണ്? ഏറ്റവും പിറകിലുള്ള ഡിജിറ്റ് ഏതാണ്? 5 ആണ്. ഏറ്റവും പിറകിലുള്ള അക്കം എന്തിന്റെ സ്ഥാനത്താണെന്ന് പറയാൻ വേണ്ടി കഴിയും? ഒറ്റയുടെ സ്ഥാനം അല്ലെങ്കിൽ ഒന്നുകളുടെ സ്ഥാനത്താണ്. വൺസിന്റെ പ്ലേസിലാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. 5 എന്തിന്റെ പ്ലേസിലാ? 1ന്റെ പ്ലേസിൽ അല്ലേ? 1ന്റെ സ്ഥാനത്താണ്. അങ്ങനെയാണെങ്കിൽ 3യോ? ഏറ്റവും പിറകിലുള്ളത് 1ന്റെ പ്ലേസ്, ഒറ്റയുടെ സ്ഥാനമാണെങ്കിൽ പിറകു രണ്ടാമത്തെ എന്താ? 10ന്റെ സ്ഥാനം, 10ന്റെ പ്ലേസ് ആണ് അല്ലേ? അപ്പൊ 3 എന്താണ്? 10th, 10ന്റെ സ്ഥാനത്ത് നമുക്ക് പറയാം. അതുപോലെ തന്നെ 7 എന്താണ്? പിറകുന്ന മൂന്നാമത്തത് അല്ലേ? 1ഉം 10ഉം കഴിഞ്ഞ അടുത്തത് എന്താണ്? 100 ആണ് വരിക. ആ 7 എന്താണ് നമുക്ക് പറയാം? 100ന്റെ പ്ലേസിലുള്ള നമ്പർ ആണ്. 100ന്റെ സ്ഥാനത്തുള്ള അക്ക നമുക്ക് പറയാൻ വേണ്ടി കഴിയും അല്ലേ? അതുപോലെ ഈ 2 എന്താ? 1000ന്റെ പ്ലേസ്, 1000ന്റെ സ്ഥാനമാണ്. ഈ 9ഓ? 1000 കഴിഞ്ഞ അടുത്ത എന്താ വരിക? 10,000 ആണ്, 10,000 ആണ്. മറക്കണ്ട, 2 ആയിരങ്ങളുണ്ട്. ഒന്ന് വെറും 1000 ഉണ്ട്, മറ്റേ 10,000 10,000 ഉണ്ട്. 1000 ഉണ്ട്, 10,000 ഉണ്ട്. അങ്ങനെ 2 1000കളുണ്ട്. മറക്കണ്ട കേട്ടോ. അപ്പൊ ഇത് 1000 ആണ്, അടുത്തത് 10,000 ആണ്. അങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂകൾ പറയാ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 1ന്റെ പ്ലേസ് 5 എന്ന് കഴിഞ്ഞാൽ അത് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാന്ന് അറിയോ? 5 ആണെന്ന് പറയണം. 1ന്റെ പ്ലേസിലാണ് 5 വരുന്നതെങ്കിൽ 5നെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇത് 1ന്റെ പ്ലേസിലാണ്, 1ന്റെ സ്ഥാനത്താണ്. 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 5 ആണ് ഉത്തരം വരിക. 5ന്റെ പ്ലേസിൽ 1 വന്നു കഴിഞ്ഞാൽ 5 ones, 5 ഒന്നുകൾ എന്താ? 5 തന്നെയാണ്. നമുക്കൊരാള് 1 രൂപന്റെ കോയിൻസ് 5 തന്നു. നമുക്ക് എത്ര രൂപ കിട്ടുക? ആദ്യം അയാൾ 1 രൂപ തന്നാൽ 1 രൂപ കിട്ടും. 1 രൂപ കൂടെ തന്നാൽ 2 രൂപ, നമുക്ക് 2 രൂപ കിട്ടും അല്ലെ? 1 രൂപ കൂടെ തന്നാൽ 3 രൂപ, നമുക്ക് 3 രൂപ കിട്ടും. അങ്ങനെ 5 1 രൂപകൾ തന്നാൽ, 5 ഒന്നുകൾ ചേർന്നാൽ 5 ones ചേർന്നാൽ എന്താ? നമുക്ക് 5 ആണ് കിട്ടുക. 5 ആണ് 5 ones. 5 ഒന്നുകൾ ചേർന്നാൽ എന്താ? 5 ആണ് വരിക. ഇനി അതിന് പകരം 10ന്റെ പ്ലേസിൽ 3 വന്നു, 10ന്റെ സ്ഥാനത്ത് 3 വന്നു. അത് എത്രയെ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അപ്പൊ നമ്മൾ അതിനെ 3 കൊണ്ട് 10നെ മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എന്താ? 3 10ന്റെ പ്ലേസിലാണ് വന്നത്, 10ന്റെ പ്ലേസിലാണ് വന്നത്. അപ്പോൾ 10ന്റെ പ്ലേസിൽ 3 വന്നു കഴിഞ്ഞാൽ, അതായത് 3 10കൾ, 3 10th എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം 30 എന്ന് പറയണം. ആ 3 എന്തിന്റെ സ്ഥാനത്താണ് വന്നത്? 10ന്റെ സ്ഥാനത്ത്, 10ന്റെ പ്ലേസിലാണ് വന്നത്. അപ്പൊ ആ 3 നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3യെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 3യുടെ ബാക്കിൽ 10 എത്ര പൂജ്യമാണ്? 1 പൂജ്യം, അത് വരും. 3യുടെ ബാക്കിൽ 10 എത്ര പൂജ്യമാണ്? 1 പൂജ്യം, അത് വന്നു കഴിഞ്ഞാൽ എന്താ? 30 ആണ്. 10ന്റെ സ്ഥാനത്ത് 3 വന്നു കഴിഞ്ഞാൽ അത് 30 ആണ്, 30 ആണ്. നമുക്ക് ഒരാൾ 10 രൂപ തന്നു കഴിഞ്ഞാൽ, ഒരാൾ 10 രൂപ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ 10 രൂപയാവും. 10 രൂപ കൂടി തന്നു കഴിഞ്ഞാൽ 10 രൂപ, നമ്മൾ എത്ര രൂപയാവും? 20 rupees ആവും. 10 രൂപ കൂടി തന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര? 3 10 ആവും. 3 10കൾ, 3 10th എത്രയാണ്? 30 ആണ്. അപ്പൊ അതും മറക്കാതിരിക്കുക. 10ന്റെ സ്ഥാനത്ത് 3 തന്നു കഴിഞ്ഞാൽ അത് 30, 30 ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 100ന്റെ പ്ലേസിലാണ് എന്ത്? 7 ഉള്ളത്. 100ന്റെ സ്ഥാനത്താണ് 7 ഉള്ളത്. 100ന്റെ സ്ഥാനത്ത് 7 വന്നു കഴിഞ്ഞാൽ അതെന്താ? 7നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 100ന്റെ സ്ഥാനത്താണത്. 7നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? 100ന് 2 പൂജ്യമാണ്, 2 പൂജ്യം 7ന്റെ ബാക്കിൽ വരും. എത്ര? 700 ആണ് വരിക. അപ്പൊ 700കൾ, 700 ചേർന്നാൽ എന്താ? 700, 700. അങ്ങനെയാണെങ്കിൽ 1000ന്റെ സ്ഥാനത്ത് 1000ന്റെ പ്ലേസിൽ 2 ആണത്. 1000ന്റെ പ്ലേസിൽ 2 വന്നു കഴിഞ്ഞാൽ അതെന്താ? 2 into 1000.
2000 ആണ് വരിക. 1000 3 പൂജ്യമാണ്, അത് 2ന്റെ ബാക്കിൽ കൊടുക്കണം. അപ്പൊ 2000 2000 ചേർന്നാൽ എന്താ 2000 ആണ്. അപ്പൊ 1000 പ്ലേസിൽ 2 വന്നാൽ അത് 2000 ആണ്. 3 വന്നാൽ 3000, അങ്ങനെ പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 9 നോക്കിക്കേ, ഈ 9 എന്താ 10,000ന്റെ പ്ലേസിലാണ് അല്ലെ. 1000 കഴിഞ്ഞ അടുത്ത പ്ലേസ് എന്താ 10,000. 1000 കഴിഞ്ഞാൽ 10,000ന്റെ പ്ലേസാ. 10,000ന്റെ പ്ലേസിൽ 9 വന്നു കഴിഞ്ഞാൽ അത് എന്താ വരിക 9 10,000. 9 10,000 ചേർന്നാൽ എന്താ വരിക 90,000. 90 1000 ചേർന്ന് കഴിഞ്ഞാൽ എന്താ 90,000 ആണ് ആവുക. 9,000 ചേർന്ന് 9 10,000 ചേർന്ന് കഴിഞ്ഞാൽ എന്താ വരിക 90,000 ആണ് വരിക. 9 10,000 ചേർന്നാൽ 90,000 ആണ് വരിക അല്ലെ. 9 10,000 ചേർന്ന് അപ്പം എന്ത് ചെയ്യണം 9നെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 9നെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 90,000 വരും. 9നെ 10,000 മൾട്ടിപ്ലൈ ചെയ്താൽ 90,000 ആണ് വരിക. 10,000 എത്ര പൂജ്യമാണ് 4 പൂജ്യം, അത് 90ന്റെ ബാക്കിൽ ഇട്ടെടുത്താൽ മതി. 9ന്റെ ബാക്കിൽ ഇട്ടെടുത്താൽ മതി. അപ്പൊ 10,000 എന്താ 9ന്റെ ബാക്കിൽ 1 2 3 4. 10,000 4 പൂജ്യം വന്നു കഴിഞ്ഞാൽ 90,000 90,000 ആണ് വരിക. അപ്പൊ ഈ രൂപത്തിൽ നമ്പർ പറയാനും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ 1000ന്റെ പ്ലേസിൽ 2 വന്നാൽ 2000, 10,000ന്റെ പ്ലേസിൽ 9 വന്നു കഴിഞ്ഞാൽ 10,000ന്റെ പ്ലേസിൽ 9 വന്നു കഴിഞ്ഞാൽ 90,000 90,000 ആണ് വരിക. മറക്കാതെ പറയാട്ടോ, ഈ കാര്യം കൂടി പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഞാൻ ഇവിടെ തരാണ്. 48,358 എന്നുള്ള നമ്പറിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യണം. സ്ഥാനവില അനുസരിച്ചിട്ട് നമ്മൾ അതിനെ വിഭജിച്ച് എഴുതണം. ഇങ്ങനെ സ്ഥാനവില അനുസരിച്ചിട്ട് പ്ലേസ് വാല്യൂ അനുസരിച്ച് ഒരു നമ്പറിനെ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത് അറിയോ? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ 1ന്റെ പ്ലേസിൽ എന്താ ഉള്ളത്, ഏറ്റവും പിറകിൽ 1ന്റെ സ്ഥാനത്ത് 8 ഉള്ളത്. അപ്പൊ 8 1 നമ്മൾ അതിനെ പറയണം. 8 1 ചേർന്നാൽ എന്താ 8 × 1 8 എന്ന് നമുക്ക് പറയാം. അതുപോലെ ഇതിന്റെ പിറകുന്ന രണ്ടാമത്തെ 10ന്റെ സ്ഥാനത്ത് 10ന്റെ പ്ലേസിൽ എന്താ ഉള്ളത് 5 ആണ്. അപ്പൊ 5 10 5 10കൾ 5 10കൾ ചേർന്നാൽ എത്ര നമുക്ക് പറയാൻ വേണ്ടി കഴിയും 5 × 10 50 എന്ന് പറയാം, 50 എന്ന് പറയാം അല്ലെ. അതുപോലെ അടുത്തെന്താണ് നമ്മളെ 100ന്റെ പ്ലേസിൽ എന്താ വന്നത് 3 ആ വന്നത്. അതുപോലെ 1000ന്റെ പ്ലേസിൽ 8 ആ വന്നത്. 10,000ന്റെ പ്ലേസിൽ 4 ആണ് വന്നത്. അതിന് കൂടെ എങ്ങനെയാണ് ഈ രൂപത്തിൽ പറയാന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാട്ടോ. ഇതിനുള്ള ഉത്തരം എനിക്ക് ചെയ്യാൻ വേണ്ടി മഷിത്തരാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. നമുക്ക് ഇനിയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഇതുപോലെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യം നമുക്ക് മുഴുവനായിട്ട് നമുക്ക് ലൈവിൽ പഠിക്കാം. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ ഞാൻ കൊണ്ട് മിസ്സാക്കാതിരിക്കുക. നമുക്ക് അതിൽ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുക. ലൈവ് ക്ലാസ്സുകൾ വൈകുന്നേരം കൃത്യം 7 ആയിരിക്കും ഉണ്ടാവുക. ഈ ചാനൽ ലൈവ് ക്ലാസ്സുകൾ മിസ്സാക്കാതിരിക്കുക. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മാഷ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി ആയിരിക്കും അയച്ചു തരാം. ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നോട്ടുകളൊക്കെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് കിട്ടും. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടുകളാട്ടോ. അതും കൂടി നോക്കി പഠിക്കുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലാണ് നോട്ടുകൾ കിട്ടുക. ജോയിൻ ചെയ്യേണ്ട ലിങ്ക് താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രീ ആണ്, എല്ലാവർക്കും ജോയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മാഷ് ഓർമ്മിപ്പിക്കുകയാണ്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കിന് തൊട്ട് മുകളിൽ നമ്മൾ അടുത്ത വർഷത്തെ ബാച്ചിൻ്റെ ഒരു ലിങ്ക് കൂടെ കാണാം. ഒരു ഗൂഗിൾ ഫോം ആയിരിക്കും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന 1000 ആൾക്കാർക്ക് അടുത്ത വർഷം നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓഫർ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഓഫറോട് കൂടി ജോയിൻ ചെയ്യാം കേട്ടോ. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ 1000 ആൾക്കാർക്ക് ഒരു ഓഫറുള്ള കാര്യം കൂടെ മാഷ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തായാലും അടുത്ത വർഷത്തെ ക്ലാസ്സും അടിപൊളിയാക്കാം, ഈ വർഷത്തെ ആനുവൽ എക്സാം അടിപൊളിയാക്കാം. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. നമുക്ക് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.